പെരിയാർ മലിനീകരണം ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സമിതി ഏലൂരിൽ പരിശോധന തുടങ്ങി. സമിതി അംഗങ്ങളായ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റ് സെക്രട്ടറി ഡോക്ടർ രത്തൻ യു ഗേൽക്കർ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റീജിയണൽ ഡയറക്ടർ ജെ ചന്ദ്രബാബു, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ എസ് ശ്രീകല എന്നിവരടങ്ങുന്ന സമിതിയാണ് ഏലൂരിൽ പരിശോധന തുടങ്ങിയത്. മലിനീകരണത്തിനെതിരെ പരിസ്ഥിതി സംഘടനാ പ്രതിനിധികൾ നൽകിയ ഹർജിയിന്മേലും രാസമാലിന്യം നിറഞ്ഞ ഏലൂരിലെ കുഴിക്കണ്ടത്തോടുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിന്മേലും ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി പഠിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സമിതിയെ ചുമതലപ്പെടുത്തിയത്. രാവിലെ ഏലൂരിലെത്തിയ സമിതി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ഒത്തുകൂടി പരാതിക്കാരുമായി സംസാരിക്കുകയും അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. തുടർന്ന് കുഴിക്കണ്ടം ഉൾപ്പെട്ട ഏലൂരിലെ വിവിധ തോടുകളിലും പാതാളം, മഞ്ഞുമ്മൽ റെഗുലേറ്റർ ബ്രിഡ്ജുകളിലും കൂടാതെ മലിനീകരണ ആരോപണ പട്ടികയിലുള്ള ഫാക്ട്, HIL, മെർക്കം, CMRL എന്നീ കമ്പനികളിലും സന്ദർശിച്ചു. പരാതിക്കാരിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. കാലങ്ങളായി ഏലൂരും പെരിയാറുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മലിനീകരണത്തിൽ നിരവധി പഠനങ്ങൾ നടക്കുകയും അതിന്മേൽ പരിഹാര നിർദ്ദേശങ്ങളും വെച്ചിട്ടുള്ളതാണ്. അവ നടപ്പിലാക്കിയാൽ മലിനീകരണത്തിൻ്റെ 80% പരിഹാരമാകുമെന്ന് പരിസ്ഥിതി സംഘടനാ പ്രവർത്തകർ സമിതിക്ക് മുന്നിൽ പറഞ്ഞു. സീറോ ഡിസ്ചാർജ്, പെരിയാറിൻ്റെ തീരത്ത് നിരീക്ഷണപാത തുടങ്ങിയവ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ്. സമിതിയുടെ പരിശോധന ചൊവ്വാഴ്ചയും തുടരും. പരിശോധനയിൽ ലഭിക്കുന്ന വിശദ റിപ്പോർട്ടും ചൊവ്വാഴ്ച ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ജില്ലയിലെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും വെച്ച് 10 ദിവസത്തിനകം ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന് ഡോക്ടർ രത്തൻ യു ഗേൽക്കർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഏലൂർ.